ഹലോ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് PG സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേരാണ് റിസർച്ച്. അപ്പോൾ നമ്മൾക്ക് പേപ്പറിൻ്റെ സിലബസ് നോക്കാം. ബേസിക് കോൺസെപ്റ്റ് റിസർച്ച് പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസാണ് ബേസിക് കോൺസെപ്റ്റ്. റിസർച്ചിനെ പറ്റിയുള്ള ബേസിക് കോൺസെപ്റ്റാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സാണ് മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺ റിസർച്ച്, സ്റ്റെപ്പ് ഓർ സ്റ്റേജസ് ഇൻ റിസർച്ച്. സെക്കൻഡ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ലബോറട്ടറി ഫീൽഡ് ആൻഡ് ക്വാസി എക്സ്പെരിമെൻറ്റ്, quantitative and qualitative research, ex post facto research, survey research and types of experiments. And the last topic ആണ് ethical problems in research. റിസർച്ചിലെ ethical problems ആണ് ലാസ്റ്റ് ടോപ്പിക് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാം. മീനിങ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ മീനിങ് ആൻഡ് ഒറിജിനൊക്കെയാണ് ഈ ടോപ്പിക്കിലൂടെ പറയുന്നത്. ദ വേർഡ് റിസർച്ച് കംസ് ഫ്രം എ ഫ്രഞ്ച് വേർഡ് റിസർച്ച് വിച്ച് മീൻസ് ടു സെർച്ച് അഗെയിൻ ഓർ ടു ലുക്ക് ഫോർ കെയർഫുള്ളി. റിസർച്ച് എന്നുള്ള ഒരു ടേം വന്നിട്ടുള്ളത് ഫ്രഞ്ച് വേർഡിൽ നിന്നായ റിസർച്ച് എന്ന വേർഡിൽ നിന്നാണ്. ഫ്രഞ്ച് ലാംഗ്വേജിലെ റിസർച്ച് എന്ന വേർഡിൽ നിന്നാണ് റിസർച്ച് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് ആണ് ടു സെർച്ച് അഗെയിൻ വീണ്ടും സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ടു ലുക്ക് ഫോർ കെയർഫുൾ ആയിട്ടുള്ള ഒരു ലുക്കിങ്. അതാണ് റിസർച്ച് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഫ്രഞ്ചിൽ വരുന്നത്. റീ മീൻസ് അഗെയിൻ ആൻഡ് സെർച്ച് മീൻസ് ഈസ് ടു എക്സാമിൻ കെയർഫുള്ളി. റീൻ്റെ മീനിങ് അഗെയിൻ എന്നാണ്, സെർച്ചിൻ്റെ മീനിങ് എക്സാമിൻ കെയർഫുള്ളി, അങ്ങനെയാണ്. So the original meaning of research is to search again or again to find truth or fact. സെർച്ചിൻ്റെ ഒറിജിനൽ മീനിങ് വരുന്നത് ടു സെർച്ച് അഗെയിൻ വീണ്ടും സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അഗെയിൻ ടു ഫൈൻഡ് ട്രൂത്ത് ഓർ ഫാക്റ്റ്, എന്തെങ്കിലും ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച് എന്നാണ് റിസർച്ചിൻ്റെ മീനിങ് വരുന്നത്. According to Grinnell in 1993, defined research is a careful, systematic investigation in some field of knowledge for establishing fact or principles. Grinnell 1993 ഡിഫൈൻ ചെയ്തത് റിസർച്ച് ഈസ് എ കെയർഫുൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ. റിസർച്ച് എന്ന് പറയുന്നത് ഒരു കെയർഫുൾ ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാവും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതാണ് റിസർച്ച്. ഇൻ സം ഫീൽഡ് ഓഫ് നോളജ്, നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കെയർഫുൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഫാക്റ്റ് ഓർ പ്രിൻസിപ്പിൾസ്. ഫാക്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടോപ്പിക്കിലുള്ള കെയർഫുൾ ആൻഡ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷനാണ് റിസർച്ച് എന്ന് പറയുന്നത് എന്നാണ് ഗ്രിന്നൽ പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഗ്രിന്നൽ 1993 ഡിഫൈൻഡ് റിസർച്ച് ഈസ് എ careful systematic investigation in some field of knowledge for establishing fact or principles. സിംപ്ലി റിസർച്ച് എന്ന് പറഞ്ഞാൽ റിസർച്ച് ഫോർ നോളജ് ആണ് റിസർച്ചിൻ്റെ മീനിങ് വരുന്നത്. സെർച്ച് ഫോർ നോളജ്. സിമ്പിളായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. സെർച്ച് ഫോർ നോളജ് ആണ് റിസർച്ച്. റിസർച്ച് ആസ് എ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ പാർട്ടിനൻ്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് റിസർച്ച്. റെഡ്മാൻ ആൻഡ് മുറേ ഡിഫൈൻ റിസർച്ച് ആസ് എ സിസ്റ്റമാറ്റൈസർ എഫേർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്. റെഡ്മാനും മുറയും പറഞ്ഞിട്ടുള്ളത് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു നോളജിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
റിസർച്ച് ആസ് എ സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്, പുതിയൊരു നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് സ്റ്റഡിയിങ് ഇൻഫർമേഷൻ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ബെറ്റർ. ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യുക, അതേപോലെ അതിനെപ്പറ്റി പഠിക്കുന്നതാണ് റിസർച്ച്. റിസർച്ച് മീൻസ് എ കെയർഫുൾ സ്റ്റഡി ടു ഫൈൻഡ് ന്യൂ ഫാക്ട് ഓർ ഇൻഫർമേഷൻ. പുതിയൊരു ഫാക്റ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റഡി ചെയ്യുന്നതാണ് റിസർച്ച്. റിസർച്ച് മീൻസ് സെർച്ചിങ് ഫോർ എ ട്രൂത്ത് ഓർ ന്യൂ നോളജ് ഇൻ ദ സിസ്റ്റമാറ്റിക് വേ. ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് കണ്ടുപിടിക്കുന്നതാണ് റിസർച്ച്. ഇതിലൊക്കെ പറയുന്നത് റിസർച്ചിൻ്റെ പല പല മീനിങ്സ് ആണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾക്ക് പോയിൻറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. റിസർച്ച് ഈസ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ ഓർ സോൾവിങ് പ്രോബ്ലം ടു പ്രോപ്പർ മെത്തേഡ്. റിസർച്ച് എന്ന് പറയുന്നത് അതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, അതിനെ കെയർഫുള്ളായിട്ട് ഒരു പ്രോപ്പർ മെത്തേഡിലൂടെ നമ്മൾ ആൻസർ ചെയ്യുന്നതാണ് റിസർച്ച്. റിസർച്ച് മീൻസ് എ കണ്ടിന്യൂസ് ആൻഡ് കെയർഫുൾ എഫേർട്ട് ടു ഡിസ്കവർ സംതിങ് ന്യൂ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല ഒരു പുതിയൊരു നോളജ് അല്ലെങ്കിൽ പുതിയൊരു ഫാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മളടുത്തുനിന്ന് വേണം. റിസർച്ച് ഈസ് എ വേ ടു എക്സ്പ്ലോർ ആൻഡ് ലേൺ മോർ അബൌട്ട് ദ ടോപ്പിക് ഓർ ഇഷ്യൂ. നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് മീൻസ് സ്റ്റഡിയിങ് തിങ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ റിസർച്ച് ഈസ് എ വേ ടു എക്സ്പ്ലോർ ആൻഡ് ലേൺ മോർ അബൌട്ട് എ ടോപ്പിക് ഓർ ഇഷ്യൂ. റിസർച്ച് മീൻസ് സ്റ്റഡിയിങ് തിങ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടു ഗെറ്റ് കറക്റ്റ് ആൻഡ് യൂസ്ഫുൾ റിസർച്ച്. ഒരു യൂസ്ഫുൾ റിസർച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിങ് ആണ് റിസർച്ച്. Research is a process of thinking deeply, observing and analyzing to gain understanding. ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് തിങ്ക് ചെയ്യണം ആൻഡ് അതിലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം, എന്നിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച്. അടുത്തത് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് refined technique of thinking employing specialized tools procedures in order to instruments and obtain a more adequate solution of a problem. റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ് ആൻഡ് ടെക്നിക് ഓഫ് തിങ്കിങ് ഇൻക്ലൂഡ് ചെയ്യും ആൻഡ് എംപ്ലോയിങ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരും. സയൻറ്റിഫിക് റിസർച്ച് മേ ബി ഡിഫൈൻഡ് ആസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് എംപിരിക്കൽ അനാലിസിസ്. അടുത്ത സയൻറ്റിഫിക് റിസർച്ചാണ്. സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് എംപിരിക്കൽ അനാലിസിസ്. സിസ്റ്റമാറ്റിക് ആയിട്ടും പിന്നെ എംപിരിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഫാക്റ്റ് ബേസ് ചെയ്തിട്ട് എവിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾ ടു ഒബ്സർവേഷൻ ഉണ്ടാകും, വിച്ച് മേ ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് തിയറീസ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ് സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് തിയറീസ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ജനറലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ്. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ടോപ്പിക്ക് കണ്ടെത്തിയാൽ അതെല്ലാവർക്കും കൂടി ആപ്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും. എല്ലാവർക്കും കൂടി ആപ്റ്റ് ആവുന്ന ഒരു റിസർച്ചാണ് ജനറലൈസ്ഡ് റിസർച്ച് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആൻഡ് എംപിരിക്കൽ അനാലിസിസ് റെക്കോർഡിംഗ് ടു കൺട്രോൾ ഒബ്സർവേഷൻ ആൻഡ് ദിസ് ലീഡ്സ് ടു ഡെവലപ്പ് തിയറീസ്, കോൺസെപ്റ്റ്, ജനറലൈസേഷൻ, പ്രിൻസിപ്പിൾ, റിസൾട്ടിങ് ദ പ്രഡിക്ഷൻ. അങ്ങനെ നമ്മളൊരു പ്രിൻസിപ്പിൾസ്, അങ്ങനെ കോൺസെപ്റ്റ്, തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് അതിലുള്ള ഒരു റിസൾട്ട് നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് കൺട്രോൾ ഓഫ് ദോസ് ആക്ടിവിറ്റീസ് ഇറ്റ് മേ ഹാവ് സം കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ നമ്മൾക്ക്
കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടെത്താനുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് സയൻറ്റിഫിക് റിസർച്ച് യൂസ് ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ അബൌട്ട് ദ പ്രീ അസ്യൂംഡ് റിലേഷൻഷിപ്പ് എമംഗ് നാച്ചുറൽ ഫിനോമിന. കെർലിംഗർ 1973 പറഞ്ഞിട്ടുള്ളതാണ്. സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടും കൺട്രോൾഡ് എംപിരിക്കലായിട്ടും എവിഡൻറ്റ് ബേസ് ചെയ്തിട്ടും ആൻഡ് ക്രിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ക്രിറ്റിക്കലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ അത്രക്കും ഡീപ്പായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു അസ്യൂം ചെയ്യണം. ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോർഷൻ, ആദ്യം നമ്മളൊന്ന് പ്രൊപ്പോർഷൻ കണ്ടെത്തണം, എന്നിട്ട് നമ്മൾ ഒരു തിയറി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫാക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പറ്റിയുള്ള റിസർച്ച് നടത്തണം എന്നാണ് പറയുന്നത്. അതാണ് സയൻറ്റിഫിക് റിസർച്ച് എന്നാണ് കെർലിംഗർ പറയുന്നത്. റിസർച്ച് ഈസ് ആൻ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ടു ദോസ് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജ് മേക്കിംഗ് ഫോർ ഇറ്റ്സ് അഡ്വാൻസ്മെൻറ്റ്. അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത്, സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിസർച്ച്, അതിൽ കൂടുതൽ പഠിച്ചിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടുന്നത് എന്നാണ് സയൻറ്റിഫിക് റിസർച്ചിലൂടെ പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് സയൻറ്റിഫിക് റിസർച്ച് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്ത് നമ്മൾക്ക് പറയാനുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. ഒരു 9 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതലും ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പറയുന്നത് റിസർച്ച് ഈസ് ഓൾവേസ് ഡയറക്റ്റ് ടുവാർഡ് ദ സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം. റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിൻ്റെ ഡയറക്റ്റ് സൊല്യൂഷൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദിസ് മീൻസ് റിസർച്ച് ഈസ് ഡൺ ടു ഫൈൻഡ് ആൻസർ ഓർ സൊല്യൂഷൻ ടു എ ക്വസ്റ്റ്യൻ ഓർ പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആൻസർ ആയിരിക്കണം റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ സംതിങ് ഹാപ്പൻസ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഓർ സോൾവ്ഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് റിസർച്ച് ഈസ് ഓൾവേസ് ബേസ്ഡ് അപ്പോൺ എംപിരിക്കൽ ഓർ ഒബ്സർവബിൾ എവിഡൻസ്. ഒരു റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഒരു എവിഡൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം, എവിഡൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കണം ഒരു റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ഡിപ്പെൻഡ് ഓൺ റിയൽ ഫാക്റ്റ് ദാറ്റ് ക്യാൻ ബി സീൻ. ഒരു റിയൽ ഫാക്റ്റ് ആയിരിക്കണം. മെഷേർഡ് ഓർ ടെസ്റ്റഡ്, മെഷേർഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു റിയൽ ഫാക്റ്റ് ആയിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഗസ് അല്ലെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയൻ്റെ ബേസിലായിരിക്കരുത് നമ്മളൊരു റിസൾട്ട് കണ്ടെത്തുന്നതുള്ളത്. അടുത്തതാണ് മൂന്നാമത്തേതാണ് റിസർച്ച് ഇൻവോൾവ്സ് പ്രിസൈസ് ഒബ്സർവേഷൻ ആൻഡ് അക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ. ഒരു റിസർച്ചിൽ ഡീപ്പായിട്ടുള്ള ഒബ്സർവേഷനും വേണം, അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും വേണമെന്നാണ്. അപ്പോൾ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിസർച്ച് ഗീവ്സ് എംഫസൈസ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് തിയറീസ്, പ്രിൻസിപ്പിൾ ആൻഡ് ജനറലൈസേഷൻസ്. റിസർച്ച്, നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളാണ് പുതിയ തിയറീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതേപോലെ പ്രിൻസിപ്പിൾസ് കിട്ടും, അതേപോലെ ജനറലൈസേഷൻ നമ്മൾക്ക് കിട്ടും. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ അത് എല്ലാ പോപ്പുലേഷൻസിനും യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. The goals of research is not just to solve the problem. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മാത്രമല്ല, ബട്ട് ഓൾസോ ദ ബിൽഡ് ഓഫ് നോളജ് ദാറ്റ് ക്യാൻ യൂസ് മെനി സിറ്റുവേഷൻ. ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് ന്യൂ ഐഡിയാസ്, റൂൾസ് ആൻഡ് തിയറീസ് ദാറ്റ് എക്സ്പ്ലെയിൻ തിങ്സ് മോർ പ്രോബബിളി. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷന് മാത്രമല്ല, ഓൾസോ പുതിയ നോളജ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾക്ക് മെനി സിറ്റുവേഷൻസിൽ ആ നോളജ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അഞ്ചാമത്തതാണ് റിസർച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ പ്രൊസീജിയേഴ്സ്. റിസർച്ച് എന്ന് പറയുന്നത്
ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടും ലോജിക്കലായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് റിസർച്ച്. നമ്മൾക്ക് വേണ്ട പോലെ നമ്മൾക്കത് എടുക്കാൻ പറ്റില്ല. അതിനൊരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട്. അതേപോലെ ഒബ്ജക്റ്റിവിറ്റി കീപ്പ് ചെയ്യണം. അതേപോലെ ലോജിക്കലായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരിക്കണം. റിസർച്ച് ഫോളോസ് ക്ലിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. ഇറ്റ് അവോയ്ഡ്സ് പേഴ്സണൽ ബയാസ് ആൻഡ് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ലോജിക്കൽ ആൻഡ് ഫാക്ട് റാദർ ദാൻ ഇമോഷൻ ഓർ ഒപ്പീനിയന്. ഒരാളെ ഒപ്പീനിയന് ഇമോഷന് അല്ലാതെ ഒരു എവിഡൻറ്റ് ബേസ് ആയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. ആറാമത്തേതാണ് റിസർച്ച് ഈസ് മാർക്കഡ് ബൈ പേഷ്യൻസ്, കറേജ് ആൻഡ് അൺഹറീഡ് ആക്ടിവിറ്റീസ്. റിസർച്ച് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ല പേഷ്യൻസ് വേണം, കറേജ് വേണം, അതേപോലെ അൺഹറീഡ് ആക്ടിവിറ്റീസാണ്. റിസർച്ച് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. റിസർച്ചിന് ടൈം എടുക്കും, എഫേർട്ടും വേണം. റിസർച്ചേഴ്സ് നീഡ് ടു ബി പേഷ്യൻറ്റ് ആൻഡ് ബ്രേവ് ടു ഫേസ് ഡിഫിക്കൽട്ടീസ്. റിസർച്ചർക്ക് പേഷ്യൻ്റ് വേണം, അതേപോലെ തന്നെ ഡിഫിക്കൽട്ടീസ് ഉള്ള ടൈമിൽ അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റണം. ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാൻ പറ്റണം, ഡിലേസ് ഫേസ് ചെയ്യാൻ പറ്റണം. ദേ മസ്റ്റ് വർക്ക് കെയർഫുള്ളി വിത്തൗട്ട് റഷിങ്. ഒരു റഷിങ് ഇല്ലാണ്ട് കെയർഫുള്ളായിട്ട് പേഷ്യൻ്റോട് കൂടി നമ്മൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റണം. പിന്നെ സെവൻത്ത് ആണ് റിസർച്ച് റിക്വയർസ് ദാറ്റ് ദ റിസർച്ചർ ഹാസ് ഫുൾ എക്സ്പെർട്ടൈസ് ഓഫ് ദി പ്രോബ്ലം ബീങ് സ്റ്റഡീസ്. ഒരു റിസർച്ചർ പഠിക്കുന്ന ഒരു പ്രോബ്ലത്തെ പറ്റി അയാൾക്ക് കംപ്ലീറ്റ് ഡാറ്റ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. റിസർച്ചർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് വെൽ. ആ ടോപ്പിക്കിനെ പറ്റി നന്നായിട്ട് അറിയണം. അതേപോലെ ദേ ഷുഡ് നോ ദ ബാക്ക്ഗ്രൗണ്ട് അറിയണം. റിലേറ്റഡ് സ്റ്റഡീസ്, അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് അറിയാൻ വേണം. മെത്തേഡ് ടു സ്റ്റഡി ദ പ്രോബ്ലം പ്രോപ്പർലി, അതിന് യൂസ് ചെയ്യണം മെത്തേഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അയാൾ അറിഞ്ഞിരിക്കണം. എട്ടാമത്തേതാണ് റിസർച്ച് ഈസ് റെപ്ലിക്കബിൾ. റിസർച്ച് എന്ന് പറയുന്നത് റെപ്ലിക്കബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ അത് വേറെ ആരെങ്കിലും എടുത്തു നോക്കുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണം, ഇതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റണം എന്നാണ് റിസർച്ച് ഈസ് റെപ്ലിക്കബിൾ. വീണ്ടും ചെയ്യാൻ കഴിയണം. ദിസ് മീൻസ് അതർ പീപ്പിൾ ക്യാൻ റിപ്പീറ്റ് ദ സെയിം റിസർച്ച്. വേറെ ആരെങ്കിലും സെയിം റിസർച്ച് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഗെറ്റ് സിമിലർ റിസൾട്ട്, അവർക്കും ഇതേപോലെ നമ്മൾക്ക് കിട്ടിയ അതേ ആൻസർ അവർക്കും കിട്ടാം. അതാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റെപ്ലിക്കേഷൻ ഹാഡ്സ് ടു കൺഫേം ദാറ്റ് ദ ഫൈൻഡിങ് ആർ ട്രൂ ആൻഡ് റിലയബിൾ. അതിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാവും ഈ റിസർച്ച് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് റിസർച്ച് റിക്വയർസ് സ്കിൽ ഓഫ് റൈറ്റിംഗ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ദ റിപ്പോർട്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് കഴിഞ്ഞാലും ലാസ്റ്റ് നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടത്, ഒരു റിസർച്ചർക്ക് വേണ്ട ഒരു സ്കില്ലാണ് എങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതണം എന്നുള്ളത്. അതിൻ്റെ ഒരു സ്കില്ല് അയാൾക്ക് ഉണ്ടായിരിക്കണം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ദ റിസർച്ചർ മസ്റ്റ് ക്ലിയർലി റൈറ്റ് ആൻഡ് പ്രസൻറ്റ് ദ റിസൾട്ട്. ആ റിസർച്ചർ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ആവുന്ന ഒരു രീതിയിൽ നമ്മൾ റിസൾട്ട് എഴുതണം എന്നാണ് പറയുന്നത്. എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട് ഹെൽപ്സ് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഡൺ, വാട്ട് വാസ് ഫൗണ്ട് ആൻഡ് വൈ ഇറ്റ് മാറ്റേഴ്സ്. എന്താണ് ഇതിൽ സംഭവിച്ചത്, അതേപോലെ എന്താണ് ഇതിൽ കണ്ടെത്തിയത്, അതേപോലെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ബാക്കിയുള്ളവർ ആരെങ്കിലും വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണം. അതേപോലെ തന്നെ റിസർച്ചർക്കും മനസ്സിലാവണം എന്നാണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്.